ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്കൊരു അവിയൽ ഉണ്ടാക്കാം. ഇത് സാധാരണ അവിയലല്ല, ചെറിയ വ്യത്യാസത്തോടുകൂടി ഒരു വെള്ള അവിയൽ നമുക്കിപ്പോൾ ഉണ്ടാക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വെള്ളരിക്ക, ബീൻസ്, ക്യാരറ്റ്, പിന്നെ പടവലങ്ങ, മുരിങ്ങയ്ക്ക, പച്ച ഏത്തയ്ക്ക ഒരെണ്ണം, പിന്നെ കുറച്ച് ചേന അരിഞ്ഞത്. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ്. അതൊക്കെ എടുക്കുകയാണ്. മുരിങ്ങയ്ക്ക ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികളെല്ലാം ഏകദേശം ഒരേ അളവിൽ എടുത്താൽ മതിയാകും. ഒരു 4 പച്ചമുളക് നടുവേ പിളർന്നത് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഒരു 1/4 കപ്പ് വെള്ളം കൂടി വേകാൻ ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നമുക്കിത് ആദ്യം 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അവിയലിൻ്റെ അരപ്പ് നോക്കാം. ഒരു 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, 10-12 ചുവന്നുള്ളി, ഒരു 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. ഇത്രയും നമുക്ക് തരിതരിപ്പായി അരച്ചെടുത്ത് വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയ്ക്കയും ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി വീണ്ടും അടച്ചു വെച്ച് 15 മിനിറ്റ് നമുക്ക് വീണ്ടും ഒന്ന് വേവിക്കാം. അവിയലിന് ആവശ്യമായ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കൂടാതെ തേങ്ങാക്കൂട്ട് ചതച്ചും വെച്ചിട്ടുണ്ട്. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇപ്പോൾ പച്ചക്കറികളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പെല്ലാം അവിയലിലേക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയം വെന്ത കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. തേങ്ങയെല്ലാം നല്ലവണ്ണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് അടച്ചു വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം തീ കെടുത്തി അടച്ചു വെക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുക. രുചികരമായ വെള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.